Interference. Interference is a phenomenon which can be explained using principle of superposition. With a single source of disturbance, the distribution of energy in the surrounding is uniform. അതായത് നമ്മളിപ്പോൾ ഒരു റൂമിൽ ഒരു ബൾബ് മാത്രം കത്തിക്കുകയാണെങ്കിൽ ലൈറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. ഇഫ് യു ആർ യൂസിങ് ടു ബൾബ് സോഴ്സസ് of different amplitude and different phase difference, the distribution of light will not be uniform. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അഡ്ജസൻറ്റ് സോഴ്സസ് ഒരു കണ്ടിന്യൂസ് വേവ്സ് നൽകുകയും അതേപോലെ തന്നെ സെയിം വേവ് ലെങ്തും സെയിം ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസും ഉണ്ട് എങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി വിൽ ബി ഇൻ സച്ച് എ മാനർ ദാറ്റ് സം വിൽ ബി അറ്റ് മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് സം പ്ലേസസ് ദർ വിൽ ബി മിനിമം ഇൻറ്റൻസിറ്റി ഓർ ഡാർക്ക്നെസ്. അതായത് ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി നടക്കും. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി നടന്നിട്ട് നമ്മൾക്ക് കുറച്ച് ഭാഗത്ത് മാക്സിമം ഇൻറ്റൻസിറ്റിയും കുറച്ച് ഇടവിട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി കുറച്ച് ഭാഗത്ത് മിനിമം ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾക്ക് കിട്ടും. ഈ റീഡിസ്ട്രിബ്യൂഷന് പറയുന്ന ഫിനോമിനന് പറയുന്ന പേരാണ് ഇൻ്റർഫറൻസ്. വിത്ത് എ സിംഗിൾ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഇൻ ദ സറൗണ്ടിങ് ഈസ് യൂണിഫോം. If there are two adjacent sources giving out continuous waves of same wavelength and amplitude, same amplitude and wavelength and having same phase or constant phase difference, the distribution of energy is no longer constant. Constant distribution വരത്തില്ല. At some places the energy is maximum while at other places the energy is minimum, but total energy of the system remains constant. This modification in energy distribution obtained by the superposition of two or more waves is called interference. അതായത് ഇങ്ങനെ ബ്രൈറ്റ്നസ് ഡാർക്ക്നെസ് ഉള്ള ഒരു പാറ്റേൺ കിട്ടുന്ന തരത്തിലേക്ക് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന പാറ്റേൺ കിട്ടുന്ന ആ ഫിനോമിനനെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഇൻ്റർഫറൻസിന് ഒരു തിയറി ഡെവലപ്പ് ചെയ്യണം. ഈ തിയറി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഇൻറ്റൻസിറ്റി മാക്സിമം ഇൻറ്റൻസിറ്റി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് ലെറ്റ് us കൺസിഡർ superposition of two wave trains of same frequency omega by 2pi but differing in phase. ഒരു ഡെൽറ്റ ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് വേവ്സ് ഇൻ എ ഹോമോജീനിയസ് മീഡിയം. ലെറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ബി എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് റിസൾട്ടൻ്റ് if y1 is equal to a sin omega t and y2 is equal to a sin omega t plus delta, that is the second wave is differing by a phase difference delta, then the resultant of y is equal to y1 plus y2. y1 എത്രയാണ് a sin omega t plus a sin omega t plus delta. ഇവിടെ രണ്ടിടത്തും എ കോൺസ്റ്റൻ്റ് ആണ്, എ പുറത്തെടുക്കുന്നു, ഡെൽറ്റ ഇല്ല കേട്ടോ. എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. പക്ഷേ സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഫോം എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് സൈൻ ബി എന്നുള്ള ഫോമിലാണ്. ആ ഫോമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് സൈൻ എ പ്ലസ് സൈൻ ബി ഈസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ആൻഡ് കോസ് എ മൈനസ് ബി ബൈ 2. ഹിയർ എ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. അങ്ങനെയാണ് എ പ്ലസ് ബി ബൈ 2വിനെ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 എന്നും എ മൈനസ് ബി ബൈ 2വിനെ മൈനസ് ഡെൽറ്റ ബൈ 2 എന്നും കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ റിസൾട്ടൻ്റ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റയെ നമ്മൾ ചെയ്യുമ്പം 2 ഇൻറ്റു സൈൻ ഇൻറ്റു ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 ഇൻറ്റു കോസ് മൈനസ് ഡെൽറ്റ ബൈ 2 എന്ന് കിട്ടും. സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് മൈനസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. സോ നമുക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു 2a കോസ് ഡെൽറ്റ ബൈ 2 സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2. അതായത് റിസൾട്ടൻ്റ് വേവിൻ്റെ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2a കോസ് ഡെൽറ്റ ബൈ 2. ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് വേവ് ആൻഡ് ദ സൈൻ പാർട്ട് ഈസ് സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2. ഇനി നമ്മൾക്ക് കിട്ടിയേക്കുന്നത് 2a കോസ് ഡെൽറ്റ ബൈ 2 സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 ആണ്. അതിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2a കോസ് ഡെൽറ്റ ബൈ 2ഉം അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 ആണ്. ഇനി ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടീഷൻ ഫോർ മാക്സിമവും മിനിമവും ഡെവലപ്പ് ചെയ്യണം.
മാക്സിമം എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം എത്ര ആയിരിക്കും? ഈ കോസിൻ്റെ വാല്യൂ അനുസരിച്ചാണ് മാക്സിമവും മിനിമവും മാറുന്നത്. കോസിന് ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? എവിടം മുതൽ എവിടം വരെ റേഞ്ച് വരും? 0 to 1. മിനിമം എന്ന് പറയുന്നത് 0യും മാക്സിമം എന്ന് പറയുന്നത് 1ഉം. മാക്സിമം എന്ന് പറയുന്നത് 1 എപ്പോഴാണ്? വെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0, 2π, 2 ഇൻറ്റു 2π, അതായത് 2n π എന്നാണ് അതിൻ്റെ റിസൾട്ട്. ആ 2n π ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം. അപ്പോൾ ഈ 2n πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആണ്. സോ 2 മീൻസ് 2π കറസ്പോണ്ട്സ് ടു എ പാത്ത് ഓഫ് ലാംഡ. അങ്ങനെയാണെങ്കിൽ 2n π ആകുമ്പം n ലാംഡ. 2π ലാംഡ ആണെങ്കിൽ 2n π ആകുമ്പോൾ n ലാംഡ ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമ. സോ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I is equal to 4a² ആണ്, വിച്ച് ഇസ് 4 times the intensity of individual waves. മാക്സിമം കണ്ടീഷൻ എന്താണ്? മാക്സിമം കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ ഓർ ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n π. ഓക്കെ, 2n π. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം. ഈ മാക്സിമം കണ്ടീഷനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ ആൻഡ് ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 2n π. ഇനി മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കോസ് 0 ആകുന്നത്. കോസ് എപ്പോഴാണ് 0 ആകുന്നത്? കോസ് 90 ആണ് 0. സോ മിനിമം ദ റിസൾട്ടൻറ്റ് ഈസ് 0 വെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പൈ, 3π, 5π എക്സെട്ര 2n + 1 π. കോസ് ഡെൽറ്റ ബൈ 2 0 ആകുന്ന കണ്ടീഷൻ. കോസ് തീറ്റ 0 ആകുന്നത് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു π/2. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമ്മൾക്ക് എത്ര വരും? പൈ, 3π, 5π എക്സെട്ര ഓർ 2n + 1 π. അതായത് ദ കണ്ടീഷൻ ഫോർ മിനിമം ഇൻ്റർഫറൻസ് ഈസ് 2n + 1 π ഫേസ് ഡിഫറൻസിൽ. പാത്ത് ഡിഫറൻസ്, കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n + 1 ലാംഡ ബൈ 2 ഈസ് ദ കണ്ടീഷൻ ഫോർ മിനിമം. മിനിമം എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. നമ്മളോട് ചോദിക്കും റൈറ്റ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ദ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ ആൻഡ് ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n π. For destructive interference, the path difference is equal to 2n + 1 lambda by 2 or the phase difference is equal to 2n + 1 π. This phase difference, this path difference.